റാം നാരായൺ റാം. ഇന്ന് നാം മെഡിറ്റേഷൻ വിഷയത്തിൽ വിശദമായി അറിയാൻ പോകുന്നു. ഇതെന്താണ്? നമ്മുടെ പൂജ്യ മഹാഗുരുജി ലോകത്തെ നൽകിയ ബിജു മന്ത്രം റാം നാരായൺ റാം ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. പറയുന്നു, ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും മെഡിറ്റേഷനിൽ നിർബന്ധമായും ചേരേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കല്യാണം ഉണ്ടായേക്കുമോ? മെഡിറ്റേഷനിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സും ബോധവും ആത്മാവും ശക്തിപ്പെടുത്തും. ഇവയെ നിങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. അതിനാൽ എല്ലാ മനുഷ്യർക്കും മെഡിറ്റേറ്റ് ചെയ്യേണ്ടതുണ്ട്. മെഡിറ്റേഷൻ ഒരു തരത്തിലുള്ള ശബ്ദ ഊർജ്ജമാണ്. അത് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന 50,000,000 കോടിയോളം ആത്മാക്കൾക്ക് ഊർജ്ജം നൽകുന്നു. ഇതിലൂടെ നമ്മുടെ ശരീരത്തിന് ശക്തി ലഭിക്കുന്നു, ജീവിതം ലഭിക്കുന്നു, ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ കഴിവ് വികസിക്കുന്നു. ഈ ശബ്ദ ഊർജ്ജം പ്രകൃതിയിൽ നിന്നാണ് വരുന്നത്. മെഡിറ്റേഷനിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ദിവസപഥം ഒരു ക്രമബദ്ധമായ രീതിയിൽ പാലിക്കുക. ദിവസവും പ്രവർത്തിച്ച ശേഷം രാത്രി ഭക്ഷണം ഒന്നുകാലവും നേരത്തെ കഴിക്കുക. പിന്നെ ഉറങ്ങുന്നതിനു മുമ്പ് കുറച്ചു സമയം ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ആശ്വാസകരമായ പൊസിഷനിൽ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനു മാത്രമല്ല, മെഡിറ്റേഷന്റെ ശബ്ദ ഊർജ്ജം കൊണ്ട് നിങ്ങൾക്ക് ഊർജ്ജവും പോസിറ്റിവിറ്റിയും ലഭിക്കും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മഹാഗുരു നൽകിയ ബിജു മന്ത്രം റാം നാരായൺ റാം എന്നുള്ള ജപം ചെയ്യുക. തുടർന്ന് കാണൂ, നിങ്ങളുടെ ജീവിതം എത്ര സന്തോഷകരമാകും. ഈ ബിജു മന്ത്രത്തിലേക്ക് ചേരുമ്പോൾ നിങ്ങൾ ആകെ ബ്രഹ്മാണ്ടം ഓർമ്മപ്പെടുത്തും. ഇതിലാണ് ആകെ ബ്രഹ്മാണ്ടം തമായിരിക്കുക. അതിനാൽ റാം നാരായൺ റാം ജപം എല്ലാ സമയവും ചെയ്യേണ്ടതുണ്ട്. ഇത് സ്വയം പൂർണ്ണമാണ്. ഈ ജമന്ത്രം നമ്മുടെ ബോധവും ചൈതന്യവും ഉണർത്തുന്നു. നമ്മുടെ ഈ ഭൂമി ആകാശത്തിന്റെ ഒരു കഠിനമായ പഠനശാലയാണ്. ഈ പഠനശാലയെ ഉതിർത്തുക, പൂർത്തിയാക്കുക വളരെ ദുഷ്കരമാണ്. ഇതുവരെ ആരും ഇതിൽ മുഴുവൻ മാർക്ക് ലഭിച്ചിട്ടില്ല. ഇതുവരെ നാം എല്ലാ ദൈവങ്ങളുടെ അല്ലെങ്കിൽ മതങ്ങളുടെ പേരുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആകാശത്തിന്റെ പരീക്ഷണം പാസ്സായിട്ടില്ല. ആരെങ്കിലും ഈ പരീക്ഷണത്തിൽ മുഴുവൻ മാർക്ക് നേടുന്നത് ആകാശത്തിന്റെ ഡിഗ്രി നേടും. യഥാർത്ഥത്തിൽ ആകാശത്തിൽ രാജ്യം ചെയ്യുവാൻ തുടങ്ങും. അവനു മാത്രമേ മോക്ഷം ലഭിക്കൂ. തുളസീദാസ് ജി പറഞ്ഞു, കലിയുഗിൽ ഏകദേശം റാമിന്റെ പേര് മാത്രമാണ് ആശ്രയം. നിങ്ങളുടെ കഷ്ടങ്ങൾ, രോഗങ്ങൾ, തടസ്സങ്ങളെല്ലാം റാമിന്റെ പേരിൽ തന്നെ നീങ്ങും. എല്ലായിടത്തും വസിച്ചു നിൽക്കുന്നവൻ തന്നെയാണ് റാം. അവൻ തന്നെയാണ് റാം നാരായൺ റാം ചേർന്നിരിക്കുന്ന റാം. ഈ ബിജു മന്ത്രം നിങ്ങൾ ജപിക്കൂ. പിന്നീട് കാണൂ, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സാത്മക മാറ്റങ്ങൾ വരുന്നു. റാം നാരായൺ റാം പേരിൽ ഒരു ശാന്തി, ശക്തിയുണ്ട്. അത് നിങ്ങളെ ഊർജ്ജത്തോടെ നിറയ്ക്കുന്നു. അത് നിങ്ങളെ നിങ്ങളുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിവുതീർക്കുന്നു. ഇത് നിങ്ങളെ സൃഷ്ടിയുടെ ബ്രഹ്മസത്യവുമായി ബന്ധിപ്പിക്കുന്നു. നമുക്കുള്ളിൽ, നമ്മുടെ ആത്മാവിൽ ബോധമുണ്ടാണ്. അത് നമുക്ക് ജീവിതം നയിക്കാൻ ശരിയായ മാർഗനിർദ്ദേശം നൽകുന്നു. എന്നാൽ നാം നമ്മുടെ ബോധത്തിന്റെ സന്ദേശം കേൾക്കാതെ പോയാൽ നമുക്ക് മോക്ഷം ലഭിക്കില്ല. ഓരോ മനുഷ്യന്റെയും ശരീരത്തിനുള്ളിൽ 50,000,000 കോടിയോളം ആത്മാക്കൾ താമസിക്കുന്നു. നാം ദിവസവും 2-3 തവണ പൊറ്റിയ ഭക്ഷണം കഴിക്കുന്നു. അത് നമ്മളെ തൃപ്തിയോടെ നിറയ്ക്കുന്നു. എന്നാൽ നിങ്ങൾ കണ്ടോ, ഈ 50,000,000 കോടിയോളം ആത്മാക്കൾ എന്താണ് ഭക്ഷിക്കുന്നതു? അവർക്കുള്ള ഭക്ഷണം ലഭിക്കുകയില്ലെങ്കിൽ അവ അകത്തായി മരിക്കുകയും ചെയ്യും. പിന്നെ എന്താകും? നമ്മുടെ ശരീരത്തിലെ ഈ 50,000,000 കോടിയോളം ആത്മാക്കളുടെ ശക്തി, ഊർജം എല്ലാം മായുമെന്നും അതുകൊണ്ട് നമ്മൾ ദുർബലരായി മാറും. നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല. ഒരുപാട് നമ്മുടെ ജന്മം നാസായിത്തീരും. അതിനാൽ ഓരോ മനുഷ്യനും ജപം, മെഡിറ്റേഷൻ ചെയ്യണം. നാം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള 50,000,000 കോടിയോളം ആത്മാക്കൾ ഒന്നായി കേന്ദ്രീകരിച്ച് നമ്മെ ഊർജത്തോടെ നിറയ്ക്കുന്നു. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥിതിയിൽ ചേരാൻ നിങ്ങൾക്ക് ഈ പ്രക്രിയ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്താൽ നിരവധി ആശങ്കകൾ, മാനസിക തടസ്സങ്ങൾ, വൈകല്യങ്ങൾ, സംശയങ്ങൾ എല്ലാം നശിച്ചു പോകും. ജപത്തിന്, ധ്യാനം നടത്താൻ നിങ്ങൾ ഏതെങ്കിലും സ്ഥിരമായ സ്ഥലത്ത് ഇരുന്ന് റാം നാരായൺ റാം ചൊല്ലുകയും ധ്യാനം തുടരുകയും ചെയ്യുക. റാം നാരായൺ റാം പേരിന്റെ ഏറ്റവും മികച്ച ഭാഗം, നിങ്ങൾ ആദ്യം ജപമാരംഭിക്കുന്നപ്പോൾ ആദ്യം നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കണം. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് നമ്മുടെ ശ്വാസങ്ങളോടൊപ്പം ചേരും. എങ്ങനെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അതറിയാതെ പോകും, അതുപോലെ ഈ ജപമന്ത്രം ഓരോ ശ്വാസത്തോടും ചേർന്ന് നമുക്ക് അതറിയാതെ മാറും.